ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗൈറോസ്കോപ്പ് എന്നുള്ള ഫോർത്ത് മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫോർത്ത് മൊഡ്യൂളിൽ ഗൈറോസ്കോപ്പ് എന്നുള്ള ഒരു ചാപ്റ്ററിൽ വരുന്നതാണ്. നമുക്ക് ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ഓൺ ഷിപ്പ്, അതുപോലെ തന്നെ എയറോപ്ലെയിൻ ആൻഡ് 4-വീലർ ആൻഡ് 2-വീലർ വെഹിക്കിൾസിലൊക്കെ ഗൈറോസ്കോപ്പിക് എഫക്റ്റ് എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ അതുപോലുള്ള അത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഇനീഷ്യലി ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് ഗൈറോസ്കോപ്പ് എന്താ, ഗൈറോസ്കോപ്പിക് എഫക്റ്റ് എന്താണെന്നുള്ളത് ഓക്കെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് പറയാം. ഇനീഷ്യലി നമുക്ക് ഗൈറോസ്കോപ്പിക് എഫക്റ്റ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. If the axis of a spinning or rotating body is given an angular motion about an axis perpendicular to the axis of spin, an angular acceleration act on the body about the third perpendicular axis, the torque required to produce this acceleration is known as gyroscopic torque. അതായത് ഇതുവരെയുള്ള പോയിന്റ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഒരു റൊട്ടേറ്റിംഗ് ആയിട്ടുള്ളൊരു ഷാഫ്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് ആയിട്ടുള്ളൊരു ബോഡി ആണെന്നുണ്ടെങ്കിൽ, ഇതിങ്ങനെ എന്താണ് ഈ ഒരു ഇതിൻ്റെ ആക്സിസിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ ഒരു നിബ് ഒരു ആക്സിസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്താണ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇതെന്താണ് ഒരു ആംഗുലാർ മോഷൻ പ്രൊഡ്യൂസ് ചെയ്യും. ഇതിൻ്റെ പെർപെൻഡിക്കുലർ ആക്സിസ് ഇതെന്താണ് ഒരു എക്സ് ആക്സിസിൽ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ പെർപെൻഡിക്കുലർ ആക്സിസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, വൈ ആക്സിസിലേക്ക് വരും. പെർപെൻഡിക്കുലർ ആക്സിസ് പറഞ്ഞാൽ ഇങ്ങനെ വരാം, പെർപെൻഡിക്കുലർ ആക്സിസ് അല്ലെങ്കിൽ ഇങ്ങനെയും വരാം, നേരെ മുകൾക്കും വരാം, അല്ലെങ്കിൽ നേരെ ഇങ്ങനെയും വരാം. സോ ഇതിൻ്റെ പെർപെൻഡിക്കുലർ ആക്സിസിൽ ഒരു ആംഗുലാർ മോഷൻ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ആംഗുലാർ മോഷൻ കാരണം എന്ത് ചെയ്യണം, ഇതിൻ്റെ തേർഡ് പെർപെൻഡിക്കുലർ ആക്സിസ് എവിടെ വരിക, ഫസ്റ്റ് പെർപെൻഡിക്കുലർ ഈ ഒരു ആക്സിസിൽ ഫസ്റ്റ് പെർപെൻഡിക്കുലർ ആക്സിസ് ആണെങ്കിൽ സെക്കൻഡ് പെർപെൻഡിക്കുലർ ആക്സിൽ എന്ത് ചെയ്യേണ്ടത്, ഒരു ആംഗുലാർ മോഷൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് ഈ ഒരു ഡയറക്ഷന്. തേർഡ് പെർപെൻഡിക്കുലർ ആക്സിസ് പറഞ്ഞാൽ ഇങ്ങനെ വരിക. ഈ ആക്സിൽ എന്ത് ചെയ്യും, ഒരു ആംഗുലാർ ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യും. ഒരു ആംഗുലാർ മോഷനാണ് ഇതിന് ഈ ഒരു ലൈന് ആക്സിസ് ഓഫ് റൊട്ടേഷന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഇതിന് പെർപെൻഡിക്കുലറായിട്ട് ഒരു ആംഗുലാർ മോഷൻ പ്രൊഡ്യൂസ് ചെയ്യും. ഇതിന് പെർപെൻഡിക്കുലറായിട്ട് എന്ത് ചെയ്യും, ഒരു ആംഗുലാർ ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഈ ആംഗുലാർ ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്പിന്നിങ് ചെയ്യുന്ന ഈ ഒരു ബോഡിക്ക് എന്ത് ചെയ്യണം, ഒരു റിക്വയർഡ് ആയിട്ടുള്ള ടോർക്ക് വേണം. ഈ റിക്വയർഡ് ആയിട്ടുള്ള ടോർക്കിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്, ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് ഇത്രയും പറഞ്ഞത്. അതായത് ഒരു ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ബോഡിക്ക് ഒരു ആംഗുലാർ മോഷൻ അതിൻ്റെ പെർപെൻഡിക്കുലർ ആക്സിസിലുണ്ടാവും. ആ പെർപെൻഡിക്കുലർ ആക്സിസിൽ കാരണം അതിന് തേർഡ് പെർപെൻഡിക്കുലർ ആക്സിൽ ഒരു ആംഗുലാർ ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യും. ആ ആംഗുലാർ ആക്സിലറേഷൻ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു ടോർക്ക് ആവശ്യമാണ്. ആ ടോർക്കിനെ പറഞ്ഞ പേരാണ് എന്ത്, ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് ടോർക്ക് എന്ന് പറഞ്ഞാൽ. ഈ ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് ടോർക്ക് അല്ലെങ്കിൽ ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിള് എന്താണ്, നമ്മൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് അല്ലെങ്കിൽ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഇതൊക്കെ സെൻട്രിപിറ്റൽ കോൺസെപ്റ്റിന് സെയിം ആയിട്ടാണ് വരുന്നത്. സോ ഇതിന് ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് ടോർക്ക് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ, റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് ടോർക്ക് എങ്ങനെയായിരിക്കും, ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും വരിക. ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് ടോർക്ക് എങ്ങനെയാണ്, ഇതിന് ഈ ഒരു ഡയറക്ഷനിലാണ് ഉണ്ടാകുക എന്നുണ്ടെങ്കിൽ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് ടോർക്ക് ഈ ഒരു ഡയറക്ഷനിലും ഫോം ചെയ്യും. അതായത് ഒരു ബോഡി ഈ ഒരു ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ എന്തുണ്ടാവും, ഇങ്ങനെയാണ് ഒരു ആംഗുലാർ മോഷൻ. ഇതാണ് ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് ടോർക്ക്. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് ടോർക്ക് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഫോം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഈ ഒരു എഫക്റ്റിനെ പറയുന്ന പേരാണെന്ത്, ഗൈറോസ്കോപ്പിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ. ഈ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് ടോർക്ക് അല്ലെങ്കിൽ കപ്പിൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു എഫക്റ്റിനെ പറയുന്നതാണെന്ത്, ഗൈറോസ്കോപ്പിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ദെൻ നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ
ആംഗുലാർ വെലോസിറ്റി. ആംഗുലാർ വെലോസിറ്റി നമുക്കറിയാം എന്താണ്, ഒരു റൊട്ടേറ്റിംഗ് പാർട്ട് ഉണ്ടെങ്കിൽ ഒരു ആംഗുലർ ഒമേഗ എന്നുള്ള ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. സോ അതൊരു വെക്റ്റർ ഫോമിലായിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഡി തീറ്റ എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിന് ആംഗുലാർ വെലോസിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ്, അതായത് ആംഗുലാർ റൊട്ടേറ്റിംഗ് ബോഡിക്കുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കുകയെന്ന് വെച്ചാൽ, ആംഗുലാർ വെലോസിറ്റി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി ഈ സ്പെസിഫൈഡ് ബൈ എന്തൊക്കെയാണ്, ഒന്നെങ്കിൽ അതിനെന്തുണ്ടാവും, ആ വെലോസിറ്റിക്ക് ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, നമുക്കറിയാം ഒമേഗ ഉണ്ടാവും. അതുപോലെ തന്നെ ഡയറക്ഷൻ ഓഫ് ആക്സ് ഓഫ് റോട്ടർ, അതായത് നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പോൾ ഒരു ആംഗുലാർ വെലോസിറ്റിയിൽ ഒരു എന്ത് ചെയ്യണം, ഒരു റോട്ടർ തിരിയാണെന്നുണ്ടെങ്കിൽ ഇതിനെന്തുണ്ടാവും, ഡയറക്ഷൻ ഉണ്ടാവും. ഏത് ഡയറക്ഷനിലാണ്, ഇപ്പോൾ ഈ ഒരു റൊട്ടേറ്റിംഗ് ബോഡി ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെന്ത് ഒരു ഡയറക്ഷൻ, ഒരു വെക്റ്റർ ആണെങ്കിൽ നമുക്ക് എന്തുണ്ട്, ഒരു ഡയറക്ഷൻ നമ്മൾ പറയും. അതുപോലെ തന്നെയാണ് ആംഗുലാർ വെലോസിറ്റിക്ക് ഒരു വെക്റ്റർ നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സെൻസ് ഓഫ് റൊട്ടേഷൻ ഓഫ് ദി റോട്ടർ, അതായത് ഈ ഒരു റോട്ടർ കറങ്ങുന്നത്, അതായത് ഡിസ്ക് ആണെന്നുണ്ടെങ്കിൽ ഡിസ്ക് ഇതെന്താണ്, ക്ലോക്ക് വൈസിലാണോ അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ കൗണ്ടർ ക്ലോക്ക് വൈസിലാണോ റൊട്ടേഷൻ എന്നുള്ളതും ആംഗുലാർ വെലോസിറ്റിയുടെ സ്പെസിഫിക്കേഷൻ, എങ്ങനെ സ്പെസിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ ആംഗുലാർ വെലോസിറ്റി ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ വെക്റ്റർ ഇൻ ദി ഫോളോയിങ് മാനർ. അതായത് ആംഗുലാർ വെലോസിറ്റി ഒരു വെക്റ്റർ ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്തുണ്ടാവും, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വെലോസിറ്റി ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദി ലെങ്ത് ഓഫ് ദി വെക്റ്റർ. അതായത് ആ ഒരു ആംഗുലാർ വെലോസിറ്റിക്ക് എന്തുണ്ടാവും, നമ്മൾ ഒരു വെക്റ്ററായിട്ട് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ലെങ്ത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഡയറക്ഷൻ ഓഫ് ആക്സിസ് ഓഫ് ദി റോട്ടർ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദി ഡ്രോയിങ് ദി വെക്റ്റർ parallel to the axis of the rotor or normal to the plane of the അവിടെ ആംഗുലാർ വെലോസിറ്റി എന്നും കൂടിയുണ്ട്. അതായത് ഒന്നെങ്കിൽ ആ വെക്റ്ററിന് പാരലലായിട്ടായിരിക്കും അവിടെ ആക്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ആ പ്ലെയിനിന് ആംഗുലാർ വെലോസിറ്റിയുടെ പ്ലെയിന് നോർമലായിട്ടായിരിക്കും അവിടെ ആംഗുലാർ വെലോസിറ്റി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ദെൻ സെൻസ് ഓഫ് rotation of the rotor is denoted by taking the direction of the vector in a set of rule. അതായത് ഇത് പറയുന്നതെന്ന് വെച്ചാൽ, ജനറൽ റൂൾ ഈസ് ദാറ്റ് ഓഫ് റൈറ്റ് ഹാൻഡ് സ്ക്രൂ. അതായത് ഒരു റൊട്ടേഷൻ, അതായത് ഒരു വെക്റ്ററിൻ്റെ അല്ലെങ്കിൽ ആംഗുലാർ വെലോസിറ്റിയുടെ റൊട്ടേഷൻ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ആംഗുലാർ വെലോസിറ്റി ഈ ഒരു ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻസ് ഓഫ് റൊട്ടേഷൻ ഈ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ നമുക്കറിയാം എന്താണ്, നമുക്ക് ഇങ്ങനെയാണ് കറങ്ങുക. അതായത് ഇങ്ങനെ കറങ്ങുന്നുണ്ടെങ്കിൽ, ഈ ഒരു ഡയറക്ഷനിലാണ് കറങ്ങുന്നുണ്ടെങ്കിൽ നമുക്കെന്താണ്, നമ്മൾ സ്ക്രൂ എങ്ങനെയാണ് ഈ ഒരു ഡയറക്ഷനിലാണ് കറങ്ങുക. ഈ ഒരു ഡയറക്ഷനിൽ കറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് കറങ്ങുന്നത്. സോ ഈ ഒരു ഡയറക്ഷനിൽ കറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രൂ എന്താണ്, ടൈറ്റ് ആക്കുക എന്നാണ് നമ്മൾ പറയുന്നത്. സോ അപ്പോൾ എന്തായിരിക്കും, ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ആയിരിക്കും. ദെൻ നമ്മൾ ഈ ഒരു ഡയറക്ഷൻ, ഈ ഒരു ഓപ്പോസിറ്റ് ഇങ്ങനെയാണ് കറങ്ങുന്നുണ്ടെങ്കിലോ, ഇങ്ങനെയാണ് കറങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ക്രൂ എന്താണ്, റിലീസ് ചെയ്യല്ലേ, ഇവിടുന്ന് റിലീസ് ചെയ്തെടുക്കുകയാണ്, മറ്റൊരു ടൈറ്റ് ചെയ്തെടുക്കുക. റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് റിലീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനെയാണ് കറങ്ങുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആംഗുലാർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും, ഇങ്ങോട്ടായിരിക്കും. അതല്ല ഈ ഒരു ആംഗുലാർ വെലോസിറ്റി ഇങ്ങനെയാണ് കറങ്ങുന്നത്, ഒമേഗ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെൻസ് ഓഫ് റൊട്ടേഷൻ എങ്ങോട്ടായിരിക്കും, ഇങ്ങനെയായിരിക്കും ഒരു ആക്സിസ് ഓഫ് റോട്ടർ ഉണ്ടാകുക. അല്ലെങ്കിൽ ഈ ഒരു ഡയറക്ഷൻ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആക്സിസ് ഓഫ് റോട്ടർ എങ്ങോട്ടായിരിക്കും, ഇങ്ങോട്ടായിരിക്കും. ഇതാണ് ആംഗുലാർ വെലോസിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ദെൻ ആംഗുലാർ ആക്സിലറേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആംഗുലാർ ആക്സിലറേഷനിൽ പറയാനുള്ളത്, ഈ ഒരു റോട്ടർ എന്ത് ചെയ്യാണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒമേഗ എന്നുള്ള ആംഗുലാർ വെലോസിറ്റിയിൽ റൊട്ടേറ്റ് ചെയ്യാണ്. ഫ്രം OX എന്നുള്ള മാഗ്നിറ്റ്യൂഡ്, അതായത് ഹൊറിസോണ്ടൽ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, ഇതിൻ്റെ ഡയറക്ഷൻ, അതായത് ഇതിൻ്റെ ഈ ഒമേഗ
റേഡിയൻ പെർ സെക്കൻഡിൽ ആംഗുലാർ വെലോസിറ്റിയിൽ റൊട്ടേറ്റ് ചെയ്യാണ് ഈ ഒരു ഡയറക്ഷനിൽ. ദെൻ എന്ത് ചെയ്തു, നമ്മൾ ഇങ്ങോട്ടേക്ക്, അതായത് ഒമേഗ പ്ലസ് ഡി ഒമേഗ ഒരു ആംഗുലാർ വെലോസിറ്റി നമ്മൾ എന്ത് ചെയ്തു, ഒമേഗ പ്ലസ് ഡോ ഒമേഗ ചേഞ്ച് ചെയ്തു അറ്റ് ഡി തീറ്റയിൽ നമ്മൾ എന്ത് ചെയ്തു, ഡി ടിയിൽ നമ്മൾ എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തു അറ്റ് ഇവിടുത്തെ ആംഗുലർ ഡി തീറ്റയിൽ നമ്മൾ എന്ത് ചെയ്തു, ചേഞ്ചും ചെയ്തു. ഡി ടി എന്നുള്ള ടൈമിൽ ഡി തീറ്റ എന്നുള്ള ആംഗിൾ എന്ത് ചെയ്തു, റൊട്ടേറ്റ് ചെയ്തു ഫ്രം ഇവിടുത്തെ ചേഞ്ച് ഇൻ ആംഗുലാർ വെലോസിറ്റി നമ്മൾ എന്ത് ചെയ്തു, ഒമേഗ പ്ലസ് ഡോ ഒമേഗ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ഒ എ എന്നുള്ള വെക്റ്റർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ എന്താണ് ഈ ഒരു റൊട്ടേഷനായി നമ്മൾ ആംഗുലാർ വെലോസിറ്റി ഇങ്ങനെയാണ് പറഞ്ഞു. സോ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെന്താണ് സ്ക്രൂ ഊരിയെടുക്കുകയാണ്, റിലീസ് ചെയ്യാണ്. അപ്പോൾ എന്തായിരിക്കും ആംഗുലാർ വെലോസിറ്റി റൊട്ടേഷൻ ഓഫ് ദി റോട്ടർ എന്തായിരിക്കും, ഇങ്ങനെയായിരിക്കും ഉണ്ടാകുക. ദെൻ നമ്മൾ എന്ത് ചെയ്തു, ഇതെന്താണ് ഒമേഗ എന്നുള്ള ലൈനാണ്, ഒമേഗ എന്ന ആംഗുലാർ വെലോസിറ്റിയാണ്. ദെൻ ഒമേഗ പ്ലസ് ഡോ ഒമേഗ എന്നുള്ളത് എന്ത് ചെയ്തു, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും. സോ നമുക്ക് ഇത് രണ്ടും കൂടി, അതായത് ഒ എ ബി എന്നുള്ളതൊരു ചേഞ്ച് ഡി തീറ്റയിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡി തീറ്റയിൽ എന്ത് ചെയ്തു, ഒമേഗ എന്നുള്ള ആക്സിസ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒ എ എന്നുള്ള ആക്സിസ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫ്രം ഒമേഗ പ്ലസ് ഡോ ഒമേഗ എന്നുള്ള ആംഗുലാർ വെലോസിറ്റിയിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റൊട്ടേഷനിലും ചേഞ്ച് ചെയ്തു. സോ നമുക്ക് ഇവിടെ വരുന്ന നമുക്കിതെന്ത് ചെയ്യാം, ക്ലോസ് ചെയ്യാം. ഒ എന്നുള്ള ഈ ഒരു ആക്സിസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒരു ക്ലോസിങ് ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒ എ സി എന്നുള്ള ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തു. അങ്ങനെയാണെന്നെങ്കിൽ ഇവിടുത്തെ എ സി എന്നുള്ള, അതായത് എ സി എന്നുള്ള ഈ ഒരു ലൈന് എന്താണ്, ഇവിടുത്തെ ആംഗുലാർ വെലോസിറ്റി ചേഞ്ച് ഇൻ എ പ്ലെയിൻ നോർമൽ ടു ദി എ സി ഓർ എക്സ് ആക്സിസ്. ഇവിടുത്തെ ആംഗുലാർ വെലോസിറ്റി ചേഞ്ച് ആണ്, എക്സ് ആക്സിസ് ആയിട്ടുള്ള ആംഗുലാർ വെലോസിറ്റി ചേഞ്ച് ആണെന്ത് എ സി എന്നുള്ള ലൈന് കൺസിഡർ ചെയ്യുന്നത്. ദെൻ ബി സി എന്നുള്ള ലൈന് ആംഗുലാർ വെലോസിറ്റി ചേഞ്ച് ഇൻ വൈ ഡയറക്ഷനിലാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ അതെങ്ങനെയാണ്, ഞാനിവിടെ പറഞ്ഞു എന്താണ്, ഒമേഗ എന്നുള്ളത് എക്സ് ആക്സിസിൽ ഉള്ള റൊട്ടേഷൻ, ആംഗുലാർ ഒമേഗ റേഡിയൻ പെർ സെക്കൻഡിൽ എന്തുണ്ട്, എക്സ് ആക്സിസിൽ ഒ എക്സ് എന്നുള്ള റോട്ടറിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡി തീറ്റയിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അറ്റ് ഡി ടി ഫ്രം ഒമേഗ ഇസ് എന്താവും, ഒമേഗ പ്ലസ് ഡോ ഒമേഗയിലേക്ക് കൺവേർട്ട് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഫോം ചെയ്തതിന് ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എ സി എന്നുള്ള എന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, എ സി ഈക്വൽ ടു എന്താണ്, എക്സ് ആക്സിസ് ആംഗുലാർ വെലോസിറ്റി ചേഞ്ച് ഇൻ എ പ്ലെയിൻ നോർമൽ ടു എ സി എക്സ് ആക്സിസ്. സെക്കൻഡ് ആണെങ്കിലോ തന്നെ, അതായത് സി ബി എന്നുള്ള ഈ ഒരു ലൈൻ നമ്മൾ, അല്ലെങ്കിൽ ബി സി എന്നുള്ള ലൈൻ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിനാണ്, ആംഗുലാർ വെലോസിറ്റി ഒമേഗ എന്താണ്, വൈ ആക്സിസിലാണ്, വൈ ആക്സിസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ദെൻ ചേഞ്ച് ഇൻ ആംഗുലാർ വെലോസിറ്റി എന്താണ്, ചേഞ്ച് ഇൻ ആംഗുലാർ വെലോസിറ്റി എന്താ കിട്ടുക, മറ്റേ എ സിയിലുള്ളത് മറ്റേ എക്സ് ആക്സിസ് ആയിട്ട് മേക്ക് ചെയ്യുന്നത് ഒമേഗ പ്ലസ് ഡോ ഒമേഗ ഇൻറ്റു എക്സ് ആക്സിസ് ആയിട്ട് മേക്ക് ചെയ്യുന്നതാകുമ്പോൾ കോസ് ഡോ തീറ്റ, അതായത് ഡോ തീറ്റ ആംഗിളിലാണ് ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്നത്, മൈനസ് എന്തുണ്ടാവും ഒമേഗ ഫൈനൽ ആംഗുലാർ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ ആംഗുലാർ വെലോസിറ്റിയാണ്. അതായത് ഫൈനൽ ആംഗുലാർ വെലോസിറ്റി എന്താണ്, ഇവിടുത്തെ ആംഗുലാർ വെലോസിറ്റി ഒമേഗ പ്ലസ് ഡോ ഒമേഗയാണ് ഇവിടുത്തെ എക്സ് ആക്സിസ് ആകുമ്പോൾ കോസ് ഡോ തീറ്റ മൈനസ് ഫൈനൽ ആംഗുലാർ വെലോസിറ്റി നമുക്ക് കിട്ടും ഒമേഗ എന്നും കിട്ടും. ഇനീഷ്യൽ ആംഗുലാർ വെലോസിറ്റി എന്താണ്, ഒമേഗയാണ്. സോ നമുക്കിവിടെ ഒമേഗ എന്നും കിട്ടും. ദെൻ ആംഗുലാർ ആക്സിലറേഷൻ എടുക്കുകയാണെങ്കിലോ, നമുക്കിവിടെ ആംഗുലാർ ആക്സിലറേഷൻ പറയുകയാണെങ്കിലോ ആംഗുലാർ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക,
ലിമിറ്റ്, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ വെലോസിറ്റി ആണെന്ത്, ആംഗുലർ ആക്സിലറേഷൻ. നമുക്കിവിടെ ലിമിറ്റ് ഡി ടി ഈസ് ഈക്വൽ ഡി ടി ടെൻസ് ടു ഡോട്ട് ടി ടെൻസ് ടു എന്ത് ചെയ്തു 0 ആക്കി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒമേഗ പ്ലസ് ഡോ ഒമേഗ ഇൻറ്റു കോസ് ഡോ തീറ്റ ഒമേഗ ഡിവൈഡഡ് ബൈ ഡോ ടി എന്ന് കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, ഡോ ടി ഈസ് ഈക്വൽ ടു ഡോ ടി നമ്മൾ 0 ആക്കി കൺസിഡർ ചെയ്താൽ ഡോ തീറ്റ ഈസ് ഈക്വൽ ടു എന്ന് കിട്ടും 0 ആക്കി, ഡോ തീറ്റ നമുക്ക് 0 ആക്കി കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കോസ് ഡോ തീറ്റ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും 1 എന്ന് കിട്ടും. ഡോ തീറ്റ ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ കോസ് ഡോ തീറ്റ എന്താവും 1 ആണ്, കോസ് 0 എന്താവും 1 ആവും. സോ നമുക്ക് ഇവിടുന്ന് എന്ത് കിട്ടും, ചേഞ്ച് ഇൻ ആംഗുലർ ഇവിടുത്തെ ആംഗുലർ വെലോസിറ്റി നമുക്ക് എന്താ കിട്ടും, ഈസ് ഈക്വൽ ടു കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 1 ആയി കഴിഞ്ഞാൽ ഒമേഗ പ്ലസ് ഡോ ഒമേഗ മൈനസ് ഒമേഗ ഡിവൈഡ് ബൈ ഡോ ടി എന്നുള്ളതാണ്. സോ നമുക്ക് ഒമേഗയും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ഡോ ഒമേഗ ഡിവൈഡ് ബൈ ഡോ ടി എന്ന് കിട്ടും. ദെൻ ഞാൻ പറഞ്ഞു ഈ ഒരു ആംഗിളിൽ ഞാൻ പറഞ്ഞത് എന്താണ്, സി ബി എന്നുള്ളതും ഞാൻ പറഞ്ഞല്ലോ എ സി നമ്മൾ പറഞ്ഞു എക്സ് ആക്സിസ് കഴിഞ്ഞ് സി ബി പറയാണ്ട് ചേഞ്ച് ഇൻ ആംഗുലർ വെലോസിറ്റി സി ബി is equal to എന്താണ് എക്സ് ആക്സിസ് വൈ ആക്സിസ് ആയിട്ടാണ് മേക്കുന്നത്. ദെൻ ഒമേഗ പ്ലസ് ഡോ ഒമേഗ, ഇവിടെ എന്താണ് ഒമേഗ പ്ലസ് ഡോ ഒമേഗ ആണുള്ളത്. ഡോ ഒമേഗ പ്ലസ് ഡോ ഒമേഗ ആകുമ്പോൾ എന്നിട്ടും ഇൻറ്റു സൈൻ ഡോ തീറ്റ എന്ന് കിട്ടും. ദെൻ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ വെലോസിറ്റി എടുക്കുകയാണെങ്കിലോ is equal to omega plus dou omega sin dou theta divided by dou t എന്ന് കിട്ടും. ദെൻ നമ്മൾ എന്ത് ചെയ്തു, ആംഗുലർ ആക്സിലറേഷൻ എടുക്കുകയാണെങ്കിൽ ആക്സിലറേഷൻ is equal to എന്താവും, ഇതാണ് ഇത് ആംഗുലർ ആക്സിലറേഷൻ നമ്മളിവിടെ പറഞ്ഞ ആണ്. ദെൻ നമുക്കിവിടെ ലിമിറ്റ് എടുക്കുകയാണെങ്കിൽ ലിമിറ്റ് ഡോട്ട് ടി ഈസ് ഈക്വൽ ഡോട്ട് ടി ടെൻസ് ടു 0 ഒമേഗ പ്ലസ് ഡോ ഒമേഗ സൈൻ ഡോ തീറ്റ ഡിവൈഡ് ബൈ ഡോ ടി എന്ന് കിട്ടും. ദെൻ ഈസ് ഈക്വൽ ടു എന്ന് കിട്ടും, നമുക്കിവിടെ ലിമിറ്റ് ഡോ ടി ടെൻസ് ടു 0 അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഡോ ടി ടെൻസ് ടു 0, ദെൻ ഡോ തീറ്റ ഈസ് ടെൻസ് ടു സൈൻ ഡോ തീറ്റ ഈസ് ഈക്വൽ ടു ഡോ തീറ്റ എന്നായി മാറും. സോ നമുക്കിവിടെ ഒമേഗ പ്ലസ് ഡോ ഒമേഗ ഇൻറ്റു ഡോ തീറ്റ ഡിവൈഡ് ബൈ ഡോ ടി എന്ന് കിട്ടും. സോ നമുക്കിവിടെ നിന്ന് കിട്ടും, രണ്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒമേഗ ഡോ ടി ഡിവൈഡഡ് ബൈ ഡോ ടി പ്ലസ് ഒമേഗ ഡോ തീറ്റ ഡിവൈഡ് ബൈ ഡോ ടി എന്നും കിട്ടും. നമുക്കിവിടെ ഒമേഗ ഡോ തീറ്റ ഡിവൈഡ് ബൈ ഡോ ടി ഇൻറ്റു ഡോ ഒമേഗ ഡോ തീറ്റ ഡിവൈഡ് ബൈ ഡോ ടി എന്ന്, അതായത് ഒമേഗ അതായത് ഉള്ളിലേക്ക് മൾട്ടിപ്പിൾ ചെയ്യുകയാണെങ്കിൽ ഒമേഗ ഡോ തീറ്റ ഡിവൈഡ് ബൈ ഡോ ടി ഇ പ്ലസ് ഡോ ഒമേഗ ഡോ തീറ്റ ഡിവൈഡ് ബൈ ഡോ ടി എന്ന് കിട്ടും. ഇതെന്താണ് വളരെ സ്മോൾ ആയത് കാരണം നമുക്ക് എന്ത് ചെയ്യാം, ഇത് നെഗ്ലക്റ്റ് ചെയ്യാം. ടെൻസ് ടു 0 ആക്കി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒമേഗ ഡോ തീറ്റ ഡിവൈഡ് ബൈ ഡോ ടി എന്നുള്ളതായി കിട്ടും. സോ നമുക്ക് ഇവിടുത്തെ ടോട്ടൽ ആംഗുലാർ വെലോസിറ്റി എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ടോട്ടൽ ആംഗുലാർ വെലോസിറ്റി എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഫസ്റ്റ് ആംഗുലർ വെലോസിറ്റി കിട്ടി. നമ്മൾ നേരത്തെ പറഞ്ഞു ഡോ ഒമേഗ ഡിവൈഡ് ബൈ ഡോ ടി പ്ലസ്
ഒമേഗ ഡോ തീറ്റ ഡിവൈഡ് ബൈ ഡോ ടി എന്നുള്ള വാല്യൂ കിട്ടും. സോ ഇതിന്ന് ഈ ഒരു പാർട്ട് നമുക്ക് എന്താ പറയാം, റെപ്രസെൻ്റ് ചെയ്യുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലാർ വെലോസിറ്റിയാണ്. എന്താണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലാർ വെലോസിറ്റിയാണ്. ദെൻ ഇതെന്താണ്, ഡയറക്ഷനാണ് ഇവിടെ. ദെൻ ഇതെന്താണ്, ഡയറക്ഷൻ ഓഫ് ആക്സിസ് ഓഫ് റോട്ടറാണ്. സോ ഇതാണെന്ത്, ആംഗുലാർ ആക്സിലറേഷൻ്റെ എയറോസ്കോപ്പിക്ക് വെച്ച് നമ്മൾ ഒരു ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറ്റ് ഒമേഗയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഡിസ്ക് ഡി തീറ്റയിൽ ചേഞ്ച് ചെയ്ത് ഒമേഗ പ്ലസ് ഡി ഒമേഗയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫോം ചെയ്യുന്ന ടോട്ടൽ ആംഗുലാർ വെലോസിറ്റി കണ്ടുപിടിക്കുന്ന ഒരു ഡെറിവേഷനാണ് നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞത്. സോ എന്ത് ചെയ്യുക, നോക്കാം, ഒന്ന് ചെയ്ത് നോക്കുക. ദെൻ നമുക്ക് അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഗൈറോസ്കോപ്പിക് ടോർക്ക് അതിനുള്ള പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാൻ നോക്കാം.